നമസ്തേ. നമ്മളൊരു യാത്ര പോവുകയാണ്. ആ യാത്ര പോകുന്നത് വലിയൊരു കൂട്ടത്തിനോടൊപ്പമാണ് എന്ന് വിചാരിക്കുക. നമ്മൾ യാത്ര പോകുന്നത് പരിചയമില്ലാത്ത വനങ്ങളൊക്കെയുള്ള ഒരു പ്രദേശത്തു കൂടിയാണ് എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ കൂട്ടത്തിനൊത്ത് പോകുമ്പോൾ നമുക്കൊരു കംഫർട്ട് ഫീൽ ചെയ്യും. ഇവരെല്ലാം പോകുന്ന വഴി ശരിയാണ് എന്ന് വിചാരിക്കും. പക്ഷേ കൂട്ടത്തിൽ ഭൂരിഭാഗം ആളുകൾക്കും ശരിയായ വഴി അറിയില്ല. ചിലർ തെറ്റായ വഴികളാണ് ശരിയായത് എന്ന് വിചാരിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കൂട്ടത്തിൻ്റെ കൂടെ പോകുമ്പോൾ ഭിന്നാഭിപ്രായങ്ങളും കൺഫ്യൂഷനും ഉണ്ടാകും. ആ കൂട്ടം ചിലപ്പോൾ തെറ്റിപ്പോയേക്കാം, അല്ലെങ്കിൽ അവർ പോകുന്നതായിട്ടുള്ള വഴി ചിലപ്പോൾ തെറ്റിപ്പോയേക്കാം. അപ്പോൾ നമ്മൾ കൂട്ടത്തിനോടൊപ്പം പോവുക എന്നുള്ളതാണോ അതോ ശരിയായിട്ടുള്ള പാതയിലൂടെ പോവുക എന്നുള്ളതാണോ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള ഒരു ചിന്തയാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. അപ്പോൾ കൂട്ടം അല്ലെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത്, നമ്മൾ ഒറ്റയ്ക്ക് ലോണറായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്ന സമയത്ത് ജ്ഞാനിയെ എപ്പോഴും ഒറ്റയ്ക്ക് കാണുന്നു എന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആ ഒരു അവസ്ഥയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ കോൺഷ്യസ്നെസ്, നമ്മുടെ ബോധം എന്ന് പറയുന്നത് ഈ കൂട്ടത്തിൻ്റെ ബോധം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ലോണർ വൂൾഫ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള ഒരു ബോധം എന്നുള്ളതിലേക്ക് വളരുന്നു. ആ ഒരു ഷിഫ്റ്റ് നടക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ചില പ്രത്യേകതകളാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത്. ഒന്നാമതായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മൾ കൂട്ടത്തിനോടൊപ്പം പോകാനാണ് ശ്രമിക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് പോകണം എന്നുള്ള രീതിയിലുള്ള പഠിപ്പിക്കലുകളാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ കൂട്ടത്തിനോടൊപ്പം പോകാനായിട്ടുള്ള ആ ശ്രമം നമ്മൾ നിൽക്കുന്ന സമയത്തെക്കുറിച്ച് നമ്മൾ ചിലപ്പോൾ ആ ശ്രമം അങ്ങ് നിർത്തിവെക്കും. ആ ഒരു അവസ്ഥയെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? എന്തുകൊണ്ട് എനിക്ക് കൂട്ടത്തിനൊപ്പം പോകാനായിട്ട് താല്പര്യമില്ല? ഫിറ്റ് ഇൻ ചെയ്യുന്നതല്ല, ഒറ്റയ്ക്ക് പോകുന്നതാണ് സ്വാതന്ത്ര്യം എന്ന് ഞാൻ തിരിച്ചറിയുന്നതായിട്ടുള്ള ഒരു അവസ്ഥ. അപ്പം നമുക്ക് നമ്മുടെ ശുദ്ധമായിട്ടുള്ള ബോധം എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവിൽ നിന്ന് വരുന്ന നമ്മുടെ കർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള വഴിയിലൂടെ നമുക്ക് നടക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫിറ്റ് ഇൻ ആകണ്ട എന്ന് എപ്പോഴാണോ തീരുമാനിച്ചത് ആ സമയത്ത് നമ്മൾ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് വരികയാണ്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കുന്ന കാലത്താണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഏർലി യൗവനത്തിൻ്റെ കാലത്താണെങ്കിലും ഒക്കെ നമുക്ക് എപ്പോഴും കൂടെ ആരെങ്കിലും ഒക്കെ വേണം. ചിലപ്പോൾ സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കാം. അപ്പം നമ്മൾ പലപ്പോഴും പല അവസരങ്ങളിലും അവരോട് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പം നമ്മൾ സ്കൂളിൽ പഠിച്ചു കഴിയുമ്പോൾ +2 കഴിഞ്ഞു, അല്ലെങ്കിൽ +2 ഏത് കോഴ്സ് എടുക്കണം, +2 കഴിഞ്ഞിട്ട് ഡിഗ്രിയിലേക്ക് പോകുമ്പോൾ ഞാൻ എങ്ങനെ പോകണം, ഇതൊക്കെ നമ്മൾ കൂടുതലും പുറത്തേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആധുനിക മനഃശാസ്ത്രം പോലും നമ്മളോട് ഉള്ളിലേക്ക് തിരിയാനാണ് പറയുന്നത്. കാരണം പല രീതിയിലുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളും മറ്റുമുണ്ട്. ഇന്ന് കരിയർ സെലക്ട് ചെയ്യാനും അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാനും ഒക്കെ മനുഷ്യന് ശാസ്ത്രം അല്ലെങ്കിൽ ഈ സൈക്കോളജി എന്ന് പറയുന്ന വിഷയം നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്താണ്? ഈ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കൂട്ടത്തിൻ്റെ അഭിപ്രായം നോക്കിയിട്ടല്ല. നമുക്കൊരു ക്വസ്റ്റ്യനെയർ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആക്ടിവിറ്റി കിട്ടും. അത് നമ്മൾ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏത് മേഖലയിലാണ് അഭിരുചി, അല്ലെങ്കിൽ എൻ്റെ കഴിവുകൾ ഏതൊക്കെയാണ്, എൻ്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഏതൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ എനിക്ക് കൃത്യമായിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഒരു ഇൻട്രോസ്പെക്റ്റീവ് റിഫ്ലക്റ്റീവ് മെത്തേഡാണ് നമ്മൾ ലൈഫിനെ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് മോഡേൺ സയൻസ് പോലും നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവെക്കുന്നത്. അപ്പം മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന ആ ഒരു അവസ്ഥ നമ്മുടെ ചുറ്റിനുമുള്ള സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് അഭിപ്രായങ്ങൾ തരാനായിട്ട് സാധിക്കുക. ചിലപ്പോൾ നമുക്ക് ഒരു ചായക്കടയിൽ കയറണമെങ്കിൽ പോലും അഭിപ്രായം വേണം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ആൾ വേണം. പക്ഷേ ഒറ്റയ്ക്ക് നിങ്ങൾക്കൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കാനും, അല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു ചായക്കടയിൽ ഇരുന്ന് ചായ കുടിച്ചിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ടിരുന്നുകൊണ്ട് സമാധാനത്തോടു കൂടി ആ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾക്ക് ഇറങ്ങി വരാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഒരു ലോണർ വൂൾഫ് കോൺഷ്യസ്നെസ്സിലേക്ക് വളരുന്നതിൻ്റെ അടുത്ത ഒരു ലക്ഷണമായിട്ട് കാണാനായിട്ട് സാധിക്കും. അതായത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ആവശ്യമില്ല, സ്വന്തമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഭയം നമ്മളിൽ നിന്ന് മാറിപ്പോവുകയാണ്. അത് നമ്മുടെ ആത്മീയ വളർച്ചയുടെ അടുത്തതായിട്ടുള്ള ഒരു ലക്ഷണം തന്നെയാണ്. പല സമയത്തും നമുക്ക് എക്സ്റ്റേണൽ വാലിഡേഷൻ വേണം. ഞാൻ ശരിയാണ് എന്നുള്ളത് മറ്റുള്ളവർ കൈയടിച്ച് പാസ്സാക്കണം എന്നുള്ള ഒരു രീതിയിലാണ് ഇന്നത്തെ സമൂഹത്തിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇന്നത്തെ പുതിയ തലമുറ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മറ്റുള്ളവരുടെ അംഗീകാരം, വാലിഡേഷൻ ഇതിനുവേണ്ടി എപ്പോഴും വെയിറ്റ് ചെയ്യുന്നതായിട്ടുള്ളൊരവസ്ഥ. എന്നാൽ ആരും കൈയടിക്കാനില്ലാത്ത ഒരു സ്റ്റേജിൽ കയറി നിന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അപ്രൂവലിനപ്പുറത്തേക്ക് സ്വയം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ടോ? അതെ, അംഗീകാരം വേണ്ടാത്തതായിട്ടുള്ള ശാന്തത. മറ്റുള്ളവർ അംഗീകരിച്ചിട്ടില്ലെങ്കിലും നമുക്ക് നമ്മിൽ തന്നെ ശാന്തത കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ടോ? മറ്റുള്ളവരുടെ കയ്യടികളില്ലെങ്കിലും നമ്മൾ ശരിയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇതാണ് അടുത്തതായിട്ട് നമ്മുടെ കോൺഷ്യസ്നെസ് ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ലോണർ വൂൾഫ് ലെവലിലേക്ക് റൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ അടുത്തതായിട്ടുള്ള ഒരു അടയാളം എന്ന് പറയുന്നത്. ബന്ധങ്ങൾ കുറയുന്ന സമയത്ത് ക്ലാരിറ്റി കൂടുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, പല ബന്ധങ്ങളും ഒരുപാട് നോയ്സി ആയിരിക്കും. നമ്മൾ നമ്മുടേതാണ് എന്ന് വിചാരിച്ച അല്ലെങ്കിൽ എന്നും നമ്മളോടൊപ്പം ഉണ്ട് എന്ന് വിചാരിച്ച വ്യക്തികളെ പോലും
പല സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് അവരുടെ യഥാർത്ഥത്തിലുള്ള ആ ഒരു മാസ് കഴിഞ്ഞു വീണ് അവരുടെ യഥാർത്ഥത്തിലുള്ള മുഖം, യഥാർത്ഥത്തിലുള്ള നിലപാട്, യഥാർത്ഥത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ ബന്ധങ്ങൾ അറ്റുപോവുകയല്ല. അങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം പ്രപഞ്ചം അതുവരെ നമ്മളായിരുന്നതായിട്ടുള്ള ഫേക്ക് മിഥ്യയായിട്ട് നമ്മൾ ആ ഒരു മായിക വലയത്തിലായിരുന്ന അവസ്ഥയെ മാറ്റി കാണിക്കുകയാണ്. അപ്പോൾ ആരാണ് നമ്മുടെ ജീവിതത്തിൽ വർത്തിയായിട്ടുള്ളത്? ഒരുപാട് ക്വാണ്ടിറ്റി ആണോ? ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധമുള്ളതാണോ? അതോ ക്വാളിറ്റി ഉള്ളതായിട്ടുള്ള കുറച്ച് ബന്ധങ്ങൾ ഉള്ളതാണോ നമ്മുടെ ജീവിതത്തിന് കൂടുതൽ ക്ലാരിറ്റി പകരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇപ്പോൾ ഉത്തരം ലഭ്യമായി എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ പറയുന്ന അനാവശ്യമായിട്ടുള്ള നോയ്സി ആയിട്ടുള്ള ഒരുപാട് ബന്ധങ്ങൾ നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റിക്ക് അപ്പുറത്തേക്ക് ക്വാളിറ്റി എന്നുള്ളതിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ഈ ലോണർ വോൾഫ് കോൺഷ്യസ്നെസ്സിൻ്റെ അല്ലെങ്കിൽ ഈ ജ്ഞാനിയാകുന്നതിൻ്റെ മറ്റൊരു ലക്ഷണമാണ്. കൂട്ടം കുറയുന്ന സമയത്ത് ശബ്ദം വ്യക്തമാകും. ആ സമയത്ത് നമുക്ക് സത്യത്തിനെ ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയോടുകൂടി കേൾക്കാനായിട്ടും അറിയാനായിട്ടും സാധിക്കും. അടുത്തതായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ വഴി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഇപ്പോൾ ഈ പല രീതിയിലുള്ള മതവിശ്വാസികളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പല ആൾക്കാരും വന്നിട്ടുണ്ട്. മതത്തിലേക്ക് വരൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ മതം നല്ല അടിപൊളിയാണ്, ഇതിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമാധാനം, ശാന്തി, അതുപോലെ തന്നെ രക്ഷ, സ്വർഗരാജ്യം ഇതെല്ലാം ലഭിക്കും എന്ന് പറഞ്ഞ് അവരുടെ മതപുസ്തകങ്ങൾ വായിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ടൊക്കെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും എൻ്റെ ചെറുപ്പകാലം തൊട്ടേ ഞാൻ എല്ലാ ഇസങ്ങളെയും റിജക്റ്റ് ചെയ്തൊരു വ്യക്തിയാണ്. ഏതെങ്കിലും ഒരു തത്വശാസ്ത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കൂൾ ഓഫ് തോട്ട് എന്നതിനപ്പുറത്തേക്ക് എല്ലാത്തിൽ നിന്നും നല്ലത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഒരു മതത്തിനും അടിയറവ് പറയേണ്ടതില്ല. പക്ഷേ ഇവിടെ രസകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. എന്നെ പൊളിറ്റിക്കൽ പാർട്ടികളിൽ നിന്ന് സ്നേഹത്തോടുകൂടി ക്ഷണിച്ചതായിട്ടുള്ള വ്യക്തികളുണ്ട്. പല രീതിയിലുള്ള മതങ്ങളിലേക്ക് ക്ഷണിച്ചതായിട്ടുള്ള വ്യക്തികളുണ്ട്. പക്ഷെ ഞാൻ നോട്ടീസ് ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം, നിരീശ്വരവാദമോ അല്ലെങ്കിൽ യുക്തിപരമായിട്ട് പോകുന്നതായിട്ടുള്ള പൊളിറ്റിക്കൽ പ്രസ്ഥാനങ്ങളിലേക്ക് എന്നെ ക്ഷണിച്ചത് സ്നേഹത്തോടു കൂടിയായിരുന്നു. അതായത് നിങ്ങൾ വരുന്നോ, നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരൂ എന്ന് പറഞ്ഞു വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെയുള്ള ഒരു ഇൻവിറ്റേഷൻ. പക്ഷേ പലപ്പോഴും മതത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ നിങ്ങളുടെ ട്രാക്ക് ശരിയല്ല, നിങ്ങൾ പറയുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിലൂടെയല്ല, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു വഴിയിലൂടെയല്ല, പ്രവാചകന്മാരോ അല്ലെങ്കിൽ ദൈവ അവതാരങ്ങളോ പഠിപ്പിച്ചതായിട്ടുള്ള അവസ്ഥകളിലൂടെ അല്ല പോകുന്നത്, ദൈവപുത്രൻ്റെയോ അല്ലെങ്കിൽ മാതാവിൻ്റെയോ വഴിയിലൂടെ അല്ല പോകുന്നത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നെഗറ്റീവാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഒരു ഗിൽറ്റ് ഉണ്ടാക്കിയിട്ടാണ് പലപ്പോഴും ഈ മതവിശ്വാസികൾ അവരുടെ മതത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നത്. ഇത് ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞു ചേർത്തു എന്ന് മാത്രം. പക്ഷേ ഇത്തരത്തിലുള്ള മതവിശ്വാസികൾ അടങ്ങുന്നതായിട്ടുള്ള വ്യക്തികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എൻ്റെ വഴി ശരിയാണ്, എൻ്റെ വഴിയിലേക്ക് വരൂ, നിൻ്റെ വഴി തെറ്റാണ്, എൻ്റെ വഴി മാത്രമാണ് ശരി, എൻ്റെ വഴി മാത്രമാണ് രക്ഷ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം എല്ലാ രോഗങ്ങൾക്കും ഒരു മരുന്ന് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയില്ല. പല രോഗങ്ങൾക്ക് പല മരുന്നുകൾ വേണം. നമ്മളിന്ന് സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയിലാണെങ്കിലും പല രീതിയിലുള്ള പൊളിറ്റിക്കൽ പാർട്ടികളുണ്ട്. ഒരു കാലത്ത് നമ്മുടെ ലോകത്തിന് മാർക്സിസം വളരെ ആവശ്യമായിരുന്നു. അത് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. മറ്റൊരു കാലത്ത് ചിലപ്പം ഭാരതീയ ജനതാ പാർട്ടി ആയിരിക്കും നമ്മുടെ രാജ്യത്തിനെ താങ്ങി നിർത്തുന്നത്, വേറൊരു കാലത്ത് ചിലപ്പോൾ കോൺഗ്രസ്സുകാരായിരിക്കും താങ്ങി നിർത്തുന്നത്. ഇതൊക്കെ ഓരോ രീതിയിലുള്ള പ്രത്യയശാസ്ത്രങ്ങളും വിശ്വാസങ്ങളും ചിന്താധാരകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബിലീഫ് സിസ്റ്റങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പം മതമായിക്കോട്ടെ, പൊളിറ്റിക്സ് ആയിക്കോട്ടെ, തത്വശാസ്ത്രങ്ങളായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇത് മാത്രമാണ് എല്ലാ കാലത്തേക്കും ശരി, ശാശ്വതം എന്ന് പറയുന്നതിനെ നമുക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല. കാരണം മാറ്റം മാത്രമാണ് ഈ ലോകത്ത് മാറാത്തതുള്ളത് എന്നുള്ളത് നമുക്ക് സാമാന്യ ബുദ്ധിയോടുകൂടി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത് മാത്രമാണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു വരുന്ന അവസ്ഥകൾ, അത് മറ്റുള്ളവരോട് പറയുന്ന ആ സ്വഭാവം യഥാർത്ഥത്തിൽ നിങ്ങൾ ആത്മീയമായിട്ട് വളരുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ബോധത്തിനെ ഈ പറയുന്ന ഒരു ജ്ഞാനിയുടെ അല്ലെങ്കിൽ ഒരു ലോണർ വോൾഫ് അവസ്ഥയിലേക്ക് നമ്മൾ റൈസ് ചെയ്യുന്ന സമയത്ത് നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നതായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ യഥാർത്ഥത്തിൽ ഈ ഒരു കോൺഷ്യസ്നസ്സിലേക്ക് റൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് നമ്മുടെ വഴിയെ ജസ്റ്റിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വേറൊരാൾ മുന്നിൽ നിന്ന് മാപ്പ് കാണിച്ചു തരേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെ വഴി ശരിയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വഴിയെ നമ്മൾ ആരെയും ഇൻവൈറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ആളുകൾ വരും എന്നുള്ളതാണ്. കാരണം അവരുടെ ബുദ്ധി ഉപയോഗിച്ച് അവർ സത്യത്തിനെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. കാരണം സത്യം എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പല സമയത്ത് നമ്മൾ ഈ ഒരു പാതയിലൂടെ നടന്നു വരുന്ന സമയത്ത്, ഈ ലോണർ വൂൾഫ് അവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് ഈ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ലോൺലിനെസ്, ഈ പറയുന്ന അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ അബാൻഡൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിട്ടല്ല നമുക്ക് തോന്നുന്നത്. സൈലൻസ് എന്ന് പറയുന്നത് നമുക്കൊരു
സപ്പോർട്ടായിട്ടാണ് തോന്നുന്നത്. നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ്, അവർ ഓൺ സ്പേസ്, നമ്മുടെ ആത്മാവിന് വെള്ളവും വളവും കൊടുക്കാനും അതിനെ പരിപോഷിപ്പിക്കാനും അതിനെ എൻറിച്ച് ചെയ്യാനായിട്ടുള്ള അവസരങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ലോൺലിനെസ് അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള അവസ്ഥകൾ എന്ന് പറയുന്നത്. ലോൺലിനെസ് എന്ന് പറയുന്നത് ഒരു വീക്ക്നെസ് അല്ല, അത് സെൽഫ് കണക്ഷന് വേണ്ടിയുള്ള സമയമാണ്. ഇത്തരത്തിലുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ക്രൗഡിനെ കോപ്പി ചെയ്യുന്നില്ല, അതിനു പകരം അവർ ജനക്കൂട്ടത്തിനെ ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മാസ് തിങ്കിങ് എന്ന് പറയുന്നത് ഇവരെ നിയന്ത്രിക്കുന്നില്ല. കൂട്ടത്തോടുകൂടി ആളുകൾ ചിന്തിക്കുന്ന സമയത്ത് ഈ വ്യക്തി എല്ലാം നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പാത നമുക്ക് വളരെ വ്യക്തമായിട്ട് തോന്നുമെന്നുള്ളതാണ്. ഈ വഴിയാണ് ഞാൻ പോകേണ്ടത്, ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന വഴി കൃത്യമാണ്, ഇനി എങ്ങോട്ടാണ് എനിക്ക് ടേണിങ് ചെയ്യേണ്ടത്, ഏത് ദിശയിലേക്കാണ് ഞാൻ പോകേണ്ടത്, കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ലഭിക്കുകയാണ്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഡയറക്ഷൻ കിട്ടുന്നത് പുറത്തുനിന്നല്ല, ഉള്ളിൽ നിന്നാണ് എന്നത് തന്നെ. നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടുകൊണ്ട് നമ്മൾ വാഹനം ഓടിച്ച് നമുക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളിലൂടെയൊക്കെ പോകുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് പുറത്തുനിന്ന് ആളുകളോട് വഴി ചോദിച്ചു പോകുന്നതിനേക്കാൾ എത്രയോ കംഫർട്ടബിളായിട്ടും കൃത്യമായിട്ടും സമയബന്ധിതമായിട്ടും നമുക്ക് ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ അനുഭവം വ്യത്യസ്തമായിരിക്കില്ല, കാരണം അത് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ മാത്രം മതി. അപ്പോൾ ഈ ഗൂഗിൾ മാപ്പ് പോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഡയറക്ഷൻ വരികയാണ്. നമ്മൾ പുറത്തുനിന്ന് വഴി ചോദിക്കുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾ തെറ്റിക്കും, ചില ആളുകൾ നമ്മളെ ചുറ്റിയ വഴി പറഞ്ഞു തരും. അങ്ങനെ പല കാര്യങ്ങളും അറിഞ്ഞും അറിയാതെ ആൾക്കാർ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അവൻ്റെ വീക്ഷണത്തിൽ ചിലപ്പോൾ അതായിരിക്കും ശരിയായ വഴി, പക്ഷേ അതിനേക്കാൾ മനോഹരമായിട്ടുള്ള വഴി ഇപ്പുറത്ത് വേറെ ഉണ്ടാകുമെന്നുള്ളതാണ്. അതാണ് ഈ സെൽഫ് ഡയറക്ഷനും അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഡയറക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂട്ടം വിടുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ കോമ്പസ് ആക്ടിവേറ്റ് ആയി എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ലോണർ വൂൾഫ് എന്ന് പറയുമ്പോൾ ഒറ്റയാൻ എന്നുള്ള വാക്കൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. ഞാൻ പറയുകയാണ്, നീ ഒറ്റയാനായിട്ടുള്ള വ്യക്തിയല്ല, നീ നിന്റെ തന്നെ ആ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുള്ള വ്യക്തിയാണ്. നീ ഒരു വക്താവ് തന്നെയാണ്. നീ തനിച്ചുള്ള ഒരു വ്യക്തിയല്ല, പകരം നീ സ്വതന്ത്രനായിട്ടുള്ള വ്യക്തിയാണ്. കാരണം നീ ഒറ്റയ്ക്ക് നിൽക്കുന്നു, സ്വന്തമായിട്ടുള്ള നിലപാടുണ്ട്. കൂട്ടം വേണ്ടെന്ന് തോന്നിയ നിമിഷം നമ്മൾ കൂട്ടം തെറ്റിയവനോ നഷ്ടപ്പെട്ടവനോ അല്ല, നമുക്ക് നമ്മളെ തന്നെ തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഏകാന്തപഥികരെ, നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ വഴി ശരിയായിട്ടുള്ളതാണ്, നിങ്ങളുടെ മനസ്സ് ശാന്തമാണ് എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ആത്മാവിൻ്റെ സ്വരം കേൾക്കുക, നിങ്ങളുടെ കർമ്മത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോവുക. നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് കാണാം. തുടരുന്നതിന് വേണ്ടി നിർത്തുകയാണ്. നമസ്തേ.